കൂട്ടുകാരെ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താണെന്നറിയോ? ബൺമസ്ക. നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഒരുപാട് ആൾക്കാർ കേട്ട് കാണും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ബൺമസ്ക അല്ല, മസ്ക ബണ്ണാണ്. ഈ മസ്ക ബൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൺമസ്ക പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിനകത്ത് ഒരു ഐറ്റം കൂടി നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച സാധനമാണിത്, ഈ മസ്ക ബണ്ണ്. ഇത് ഞാൻ 10 വർഷം ഗുജറാത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഒരു ഈവനിങ് സ്നാക്കും, ഈവനിങ് അല്ല, ഫുൾ ഡേ നമ്മളെപ്പോൾ പോയാലും നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ് മസ്ക ബണ്ണ്. ശരിക്കും അതിന് നമുക്ക് ആവശ്യമുള്ളത് ബണ്ണാണ്. ഇത് ചെറിയ ബണ്ണാണ്. മസ്ക ബണ്ണിന് ഇത്രയും കൂടെ വലുപ്പമുള്ള ബണ്ണാണ് എടുക്കുന്നത്. ബൺമസ്ക ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ ബണ്ണ് വെച്ചാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ബണ്ണ് വേണം, ബട്ടറുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ബൺമസ്കക്കാർ ചേർക്കാത്തൊരു സാധനമാണ് ഇത്. കണ്ടില്ലേ, ഈ പിന്നെ ഇതെന്താ പറയുക, ജാമ്. നമ്മൾ ജാമും കൂടി ആഡ് ചെയ്യും, അപ്പോഴാണ് മസ്ക ബണ്ണെന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം എങ്ങനെയാണ് മസ്ക ബണ്ണ്. ഇതിൻ്റെ കൂടെ ശരിക്കും എല്ലാവരും ഇറാനി ചായ എന്ന് പറയുന്നത്. ഈ ഇറാനി ചായ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ഈ മസ്ക ബണ്ണിൻ്റെ കൂടെ കിട്ടുന്നൊരു ചായ ഉണ്ട്, നമ്മുടെ ദേശി ചായ. അതായത് അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന കട്ടിങ് ചായ. അത് സൂപ്പർ ചായയാണ്. അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു മസ്ക ബണ്ണും ഒരു കട്ടിങ് ചായ മതി. കട്ടിങ് ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വലിയ ഗ്ലാസ്സിനകത്തല്ല, ഇത്രയേ ഉണ്ടാവുള്ളൂ ചായ. ആ ചായയും പിന്നെ മസ്ക ബണ്ണും കൂടെ ഉണ്ടാക്കി കാണിക്കാം. ചായ ഉണ്ടാക്കുന്നില്ല, ചായ ഉണ്ടാക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, പക്ഷെ മസ്ക ബണ്ണ് ഉണ്ടാക്കിയിട്ട് ചായയും കൂടെ കൂട്ടി കഴിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, എങ്കിൽ പോന്നോളൂ എല്ലാവരും. ആദ്യമായിട്ട് നമുക്ക് ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ്. ഉപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല, ഒരുപാടൊന്നും വേണ്ട, ഇത്രയും വേണ്ട, ഫുള്ള് വേണ്ട. ഹാഫ് ബട്ടർ എടുത്ത് നമ്മൾ അതിനെ കുറച്ച് ഇട്ടേക്കാം, ഇത് മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കരുത്. എന്താണെന്നറിയാമോ? ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ചുവയൊന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി. മതി. ഇത് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ശരിക്കും കൂട്ടുകാരെ, ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് അല്ല ഇടുന്നത്, ഇതിനകത്ത് പഞ്ചസാര പൊടിയാണ് ചേർക്കുന്നത്. അവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഞ്ചസാര പൊടിച്ചിട്ട് അത് ഇതിനകത്ത് ബട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. കണ്ട, നമ്മൾ അപ്പോൾ നമ്മുടെ 2 സാധനങ്ങൾ റെഡിയായി. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബണ്ണെടുക്കുന്നു. ബണ്ണിനെ ഇങ്ങനെ കീറുന്നു. ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ വെച്ചിട്ട് ചൂടാക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ബട്ടറും ഇത് മതി, ഈ ബണ്ണ് മതി. അതിന് അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ട യാതൊരു ആവശ്യം വരില്ല. എന്നിട്ട് നമ്മൾ ബണ്ണെടുക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ഈ മിക്സ്ചർ. എന്നിട്ട് നോക്കൂ, കണ്ട,
ഇനി നമുക്ക് വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ഇതിൻ്റെ പുറത്ത് തേക്കണം. ഇതിൻ്റെ പുറത്തൊക്കെ വലിച്ചു വാരി ഒഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കണ്ടോ? ഇത്രയും ആവശ്യമേ ഉള്ളൂ. വലിച്ച് വാരി ഇതിടേണ്ട കാര്യമില്ല. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുക. ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും അങ്ങ് ബട്ടർ പുരട്ടി 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 ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. പിന്നെ ബട്ടർ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതാക്കണ്ട, നമ്മുടെ ബൺ മസ്ക റെഡിയായി. ഇത് ആർക്കും ഒരു പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും വേണേൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ബണ്ണെടുക്കുക, ബണ്ണിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന മിക്സ്ചർ, അതായത് നമ്മുടെ ബട്ടറിൻ്റെയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത മിക്സർ ഒരു ഇതിൽ പുരട്ടുക. അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പിന്നെ ജാം പുരട്ടിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കും ഈ പിന്നെ എന്താ പറയുക നമ്മുടെ ബട്ടർ പുരട്ടാവുന്നതാണ്. രണ്ട് പുറത്തും നമുക്ക് അങ്ങനെ ഒരേപോലെ ചെയ്യാവുന്നതാണ്. നല്ല രുചിയായിരിക്കും. നമ്മൾ ഇത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അടുത്തതുണ്ടാക്കട്ടെ. അടുത്ത നമുക്ക് അതുപോലെ തന്നെ ആദ്യം നമുക്ക് ജാം തേച്ചിട്ട് ചെയ്ത് നോക്കാം. ഞങ്ങളിതിനെ മസ്ക ബൺ എന്ന് പറയുന്നത് കേട്ടോ. ഗുജറാത്തീസിനൊക്കെ പെട്ടെന്ന്, ഗുജറാത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അവരൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന, ഡെയിലി കഴിക്കുന്ന സാധനമാണ് ഇത് മിക്കപ്പോഴും. ലാസ്റ്റ് പീസാണ്. എത്ര ഈസിയാണെന്ന് കണ്ടോ. ഇതാ ഇറാനി ചായ ഒന്നുമല്ല, നമ്മുടെ നാടൻ ചായയാണ്. കട്ടിങ് ചായ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അവരെന്ന് വെച്ചാൽ ഫുൾ ഫാറ്റ് മിൽക്കിലാണ് ചായ ഉണ്ടാക്കുന്നത്. കട്ടിങ് ചായ വെള്ളം ഒഴിക്കത്തേ ഇല്ല. ഞാനും ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു കളറൊന്നും വന്നിട്ടില്ല. ആ ഒരു ചായ ഒരിക്കലും ഉണ്ടാക്കാം. അവർ പ്രത്യേക മസാലയൊക്കെ ഇട്ടാണ് ആ ചായ ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ചായ ഒരു ദിവസം ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ കഴിക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ദാ നമ്മൾ ബണ്ണും ചായയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബർഗറൊക്കെ കഴിക്കുന്ന പോലെയാണ് കഴിക്കേണ്ടത്. എനിക്കങ്ങനെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ? ഇനി കഴിച്ച് കാണിക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അന്ന് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് കഴിച്ച മസ്ക ബണ്ണിൻ്റെ അതേ രുചി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കാരണം ബൺ മസ്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫേമസാണ്. ഇതിൻ്റെ പേര് മസ്ക ബണ്ണെന്ന്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ എന്താ പറയുക, നമ്മുടെ ജാമും പിന്നെ നമ്മുടെ ഈ ക്രീമും കൂടെ വെച്ചിട്ട് അടിപൊളിയാണ്. പിന്നെ ചായ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ കട്ടിങ് ചായയുടെ 7 അയലോക്കത്ത് വന്നിട്ടില്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫാറ്റ് മിൽക്കിലാണ് ചായ എടുക്കുന്നത്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കത്തില്ല. അത് ഇട്ടങ്ങ് നല്ല വേഗിച്ച് വെച്ച് അടിപൊളി ചായ. ഒരിക്കൽ ഞാൻ ഗുജറാത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു വീഡിയോ, ഒറിജിനൽ വീഡിയോ കാണിച്ചു തരാം. അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ കാണിച്ചു തരാം. ഇത് സൂപ്പറാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് റിവ്യൂ പറഞ്ഞാൽ മതി. ആഹാ, ഞാൻ ആക്ച്വലി ഈ ചായക്കകത്ത് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഇഞ്ചി ഏലക്കായും ഒക്കെ ഇട്ട്. പക്ഷെ നല്ല സൂപ്പർ ചായയാണ്, കുഴപ്പമൊന്നുമില്ല. മസ്ക ബൺ ഒരു രക്ഷയില്ല. കൊച്ചുങ്ങളൊക്കെ ഇഷ്ടപ്പെടും. അവർ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ അവർ ഭയങ്കര സന്തോഷമാവും. ഒന്നുണ്ടാക്കി നോക്കിയിട്ട് പറയണേ.
അപ്പോൾ വീഡിയോ ഞങ്ങളിവിടെ വെച്ച് നിർത്തുകയാണ്. മനോഹരമായ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കാരണം ഞാൻ വീഡിയോസൊക്കെ ഇടയിൽ നിർത്തിയതാണ്, കാരണം വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും വീണ്ടും ഞാൻ കിട്ടുന്ന വീഡിയോസൊക്കെ കൊണ്ടുവരാം. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. എല്ലാവരും മസ്കാ ബണ്ണ് പരീക്ഷിക്കണേ.